കിടക്കുമാടത്തിലെ കരിപുരണ്ട തട്ടുകളിലും വള്ളികൾ പടർന്ന് കയറുമൂടിക്കിടക്കുന്നു. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടപ്പാതകൾ കാട്ടുചെടികളും മുൾപ്പടർപ്പുകളും കൈയടക്കിയിരിക്കുന്നു. വീണുപോയ ഒരു കരിങ്കൽ തൂണിൽ ഒരു അരണ വെയിൽ കായുന്നുണ്ട്. ക്ഷേത്രക്കുളം പായൽ മൂടി പച്ച നിറമായിരിക്കുന്നു. അതിലെ കൽപ്പടവുകൾ മണ്ണിലിടിഞ്ഞ് താഴ്ന്നു പോയിരിക്കുന്നു. കാറ്റടിക്കുമ്പോൾ ചുറ്റുമുള്ള വൻമരങ്ങളിലെ ഇലകൾ മർമ്മരം പൊഴിക്കുന്നത് ആരോ മന്ത്രിക്കുന്നത് പോലെ തോന്നി. വൈകുന്നേരത്തെ മങ്ങിയ വെളിച്ചത്തിലെ ക്ഷേത്രം ഒരേ സമയം മനോഹരവും എന്നാൽ അല്പം ഭയപ്പെടുത്തുന്നതുമാണ്. മനുഷ്യർ ഉപേക്ഷിച്ചു പോയെങ്കിലും പ്രകൃതി ആ ക്ഷേത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നു. അവിടെ കേൾക്കുന്ന ഓരോ കിളിനാദവും തകർന്നു വീഴുന്ന ഓരോ കല്ലും ആ ക്ഷേത്രത്തിൻ്റെ പ്രതാപകാലത്തെ ഓർമ്മപ്പെടുത്തലുകൾ പോലെ അനുഭവപ്പെടും. അവിടെ 2 ആളുകൾ ഇരുന്ന് പ്രാണായാമം ചെയ്യും. അവർ അതിൻ്റെ അനുഭൂതിയിൽ ലയിച്ചങ്ങനെ ഇരിക്കുന്നു. അവരുടെ ദൃഷ്ടികളെ ഒരു നിമിഷം വിജൃംഭിപ്പിച്ചുകൊണ്ട് ഒരു രൂപം അവരുടെ മുന്നിലേക്ക് ഉയർന്നു വന്നു. തകർന്ന ഗോപുരത്തിൻ്റെയും കാടുപിടിച്ച ക്ഷേത്രവളപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ ആ രൂപം ഒരു പർവ്വതം പോലെ ഉയർന്നു. ആകാശം മുട്ടുന്ന ഉയരവും 50 അടിയിൽ പരം നീളമുള്ള ആ രൂപം ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്നത് പോലെ തോന്നി. ആ വലിയ ക്ഷേത്രവളപ്പിൽ മറ്റെല്ലാ വസ്തുക്കളും ആ ഭീമാകാരന് മുമ്പിൽ നിസ്സാരമായി തോന്നി. ഉരുക്കുപോലെ ദൃഢമായ ശരീരം, ഒരു യോദ്ധാവിനെ അനുസ്മരിപ്പിക്കുന്ന വിധം ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. കരിങ്കല്ലിൽ കൊത്തിയെടുത്തതുപോലെയുള്ള പേശികൾ ഓരോ ചലനത്തിലും വലിഞ്ഞു മുറുകുന്നു.